ഇവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ അയാളുടെ മകൻ ഇപ്പോൾ ചെറുതായിട്ട് മാറിയിട്ട് ഇയാൾ കഴിക്കുന്ന ബൗളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു സ്പൂണിൽ അത് കോരിയെടുത്ത് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് അയാളത് കാണുന്നില്ലല്ലോ. അപ്പോൾ അയാളുടെ നായ പെട്ടെന്ന് വന്ന് ഇയാളുടെ കാലയിൽ കടിച്ചിട്ട് അതിന് സിമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇയാൾ ആ സ്പൂണിൽ എന്തോ ഉണ്ടെന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ലെൻസൊക്കെ വെച്ച് നോക്കുന്ന സമയത്താണ് അയാൾക്ക് ആ കാര്യം മനസ്സിലാവുന്നത് അത് അയാളുടെ മകനാണെന്നുള്ള കാര്യം. ഇയാൾ ഒരു സയൻറ്റിസ്റ്റാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇയാൾ വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറുതാക്കാനുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും സംസാരിക്കാവുന്ന എപ്പോഴും ലാബിൽ തന്നെയാണ് ഇയാൾ. അങ്ങനെ ഒരു ദിവസം ഇയാളത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ആപ്പിൾ എടുത്ത് വെച്ചതിന് ശേഷം അത് ചെറുതാക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഈ മെഷീൻ്റെ ലേസർ കാരണം താങ്ങാനാവാതെ ആപ്പിൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അയാൾക്ക് വിഷമം തോന്നിയിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ആ ബോൾ നേരെ അടിച്ച് ഈ ഗ്ലാസിൻ്റെ ജനൽ പൊട്ടിയിട്ട് ഈ മെഷീൻ്റെ മുകളിൽ വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ആ മെഷീൻ തനിയെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 പിള്ളേരൂടെ അത് എടുക്കാനായിട്ട് ആ റൂമിലേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ മെഷീൻ ഇവരെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇവരെ ചെറുതാക്കുന്നുണ്ട്. ഇവരെ കുറേ സമയമായിട്ടും കാണാത്തതുകൊണ്ട് മറ്റ് 2 കുട്ടികളൂടെ അവിടെ ചെല്ലുന്നുണ്ട്. ഇവരെ ആ മെഷീൻ ഡിറ്റക്ട് ചെയ്തിട്ട് 2 പേരെയും കൂടെ ചെറുതാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നത് ഇവർ ചെറുതായി പോയിട്ടുള്ള കാര്യമൊക്കെ.